അസ്സലാമലൈക്കും. എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ബിഗിനേഴ്സിനൊക്കെ വളർത്താൻ പറ്റുന്ന കുറച്ച് പ്ലാന്റ്സിൻ്റെ റൂട്ടഡ് പ്ലാന്റ്സും കട്ടിങ്സും ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. DTDC കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാന്റ്സ് ഒക്കെ അയക്കുന്നത്. പേയ്മെൻറ്റ് മോഡ് വരുന്നത് GPay ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് ഈ ഒരു സിങ്കോണിയാണ്. ഇത് കോമൺ ആയിട്ട് എല്ലായിടത്തും കാണുന്ന ഒരു പ്ലാന്റാണ്. ഇത് ഇത്തിരി വെളിച്ചത്തിരിക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു കളറൊക്കെ ഇതേപോലെ കയറി വരുന്നത്. അല്ലാത്തപ്പോൾ ഒരു ഗ്രീൻ കളർ പോലെ ആയിട്ടായിരിക്കും ഇരിക്കുക. അടുത്ത പ്ലാന്റ് ഈ ഒരു ബാസ്ക്കറ്റ് പ്ലാന്റ് എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ വലിയ പ്ലാന്റ് 60 രൂപ, ചെറുത് 35 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇത് ജിഫിയിൽ പിടിപ്പിച്ച പ്ലാന്റാണ്. അടുത്തത് പ്ലാന്റ് എറാന്തമം എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റാണ്. ഇതിലൊരു വൈറ്റ് കളർ ഫ്ലവർ കൂടി ഉണ്ടാവും. ഇതിൻ്റെ ഒരു 1 ഷോട്ട് പ്ലാന്റ് 35 രൂപീസിനാണ് തരുന്നത് കേട്ടോ. ഇതൊക്കെ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. അടുത്തത് സ്വീറ്റ് പൊട്ടാറ്റോ വൈൻ്റെ ഗ്രീനാണ് വരുന്നത്. ഇതിന് 40 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതൊക്കെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. ഇത് നല്ല വെയിലത്തിരിക്കുമ്പോഴാണ് നല്ല കളറായിട്ട് കയറി വരിക കേട്ടോ. ഷെയ്ഡിൽ വെക്കുമ്പോൾ പെട്ടെന്ന് ഇലകളിലൊക്കെ പുഴുക്കുത്തൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തത് ഈ റൂബി പ്ലാന്റാണ്. ഇതിൻ്റെ ഒരു 1 ഷോട്ട് പ്ലാന്റ് 20 രൂപക്കാണ് തരുന്നത്. നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ സൈഡിൽ നിന്നൊക്കെ ഷൂട്ട്സൊക്കെ വരാൻ തുടങ്ങിയാൽ ഇപ്പോൾ നമ്മൾ ചട്ടിയിലൊക്കെ മാറ്റി നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഗ്രോത്ത് വരുന്നതാണ് കേട്ടോ. ബ്രാഞ്ചസ് ഒക്കെ വരുന്ന ഒരു പ്ലാന്റാണ്. അടുത്തത് ഈ ഒരു ചെമ്പരത്തി. ഇതിൻ്റെ കട്ടിംഗ് ആണ് തരുന്നത്. 20 രൂപയാണ് കട്ടിങ്ങിന് റേറ്റ് വരുന്നത്. മഴക്കാലമായതുകൊണ്ട് നമുക്ക് കട്ടിങ്സ് ഒക്കെ പിടിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ഈ ഒരു സമയത്തൊക്കെ മേടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്ത പ്ലാന്റ് വരുന്നത് ഈ ഒരു അരേലിയ പ്ലാന്റാണ്. ഇതൊക്കെ പഴയൊരു ടൈപ്പിലുള്ള ഒരു പ്ലാന്റ് തന്നെയാണ്. ഇതിൻ്റെ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു കട്ടിങ് 20 രൂപക്കാണ് കേട്ടോ തരുന്നത്. അടുത്ത പ്ലാന്റ് അരേലിയയുടെ തന്നെ വേറൊരു ടൈപ്പാണ്. ഇതിനും 20 രൂപയാണ് കട്ടിങ്ങിന് റേറ്റ്. ഹെൽത്തി ആയിട്ടുള്ളൊരു കട്ടിങ് ആയിരിക്കും തരുന്നത് കേട്ടോ. അടുത്ത പ്ലാന്റ് ഈ ഒരു ക്രിസ്മസ് ലില്ലി എന്നൊക്കെ പറയുന്ന പ്ലാന്റ്. ഇതിൻ്റെ മെച്ചോർഡ് പ്ലാന്റിൽ ഒരു ലില്ലിയുടെ പോലത്തെ ഒരു ഫ്ലവറൊക്കെ ഉണ്ട്. ഒരു വൈറ്റ് കളറുള്ള ഫ്ലവർ ഉണ്ടാവും. ഇതിൻ്റെ ഒരു വലിയ പ്ലാന്റിന് 80 രൂപീസാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഒരു കട്ടിങ്ങിന് 15 രൂപയാണ് റേറ്റ് വരുന്നത്. ക്രോട്ടൺ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം ഈ ഒരു മഴക്കാലം തന്നെയാണ്. അടുത്തൊരു പ്ലാന്റ് വരുന്നത് പെൻഡാസിൻ്റെ ഒരു ലൈറ്റ് വയലറ്റ് കളറാണ്. ലൈലാക്ക് കളർ എന്നൊക്കെ പറയുന്ന ആ ഒരു കളറിലുള്ള ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ ഒരു കട്ടിങ്ങിന് 20 രൂപയാണ് റേറ്റ് വരുന്നത്. ഹെൽത്തി ആയിട്ടുള്ളൊരു കട്ടിങ് തന്നെ ആയിരിക്കും 20 രൂപക്ക് തരുന്നത് കേട്ടോ. പെൻഡാസൊക്കെ നമുക്കറിയാലോ 100 രൂപയൊക്കെ റേറ്റ് വരുന്ന ഒരു പ്ലാന്റാണ്. 80 രൂപ 100 രൂപക്കൊക്കെയാണ് പലരും സെയിൽ ചെയ്യുന്നത്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു പ്ലാന്റ്സ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്